ഒരു കുട്ടിയുടെ വിഷയത്തിൽ നമ്മളെ സ്വന്തം മക്കൾ അല്ലേ, മൂന്ന് സമയങ്ങൾ കുട്ടികളെ വളരെ ശ്രദ്ധിക്കണം എന്നതാണ് നമ്മുടെ ചിന്തയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒന്ന്, കുട്ടികൾ എണീറ്റ ഉടനെ ഉള്ള ഒരു സമയം. ഉം. രണ്ട്, സ്കൂൾ വിട്ട് വന്ന ഉടനെ. ഒരു ചെറിയ മക്കളുടെ കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്, കിടക്കുന്ന സമയം. ഉം. ഈ മൂന്ന് സമയങ്ങളെ നമ്മൾ കുട്ടികളെ ഏറ്റവും പരിഗണിക്കേണ്ട, അവർക്ക് വേണ്ടി സമയം മാറ്റി വെക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു ചിന്ത. എല്ലാ സമയത്തും നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ പലപ്പോഴും ജോലിയുണ്ട്, ഉം. വീട്ടിലെ പണികളുണ്ട്. ഉം. പിന്നെ വീട്ടിലെ പണികൾ തീർത്ത് ജോലിക്ക് പോകുന്ന ഉമ്മമാർ ഒക്കെ ഉണ്ടാവും. വാപ്പമാർക്കും ജോലി, അത് കഴിഞ്ഞാൽ പല പ്രവർത്തനങ്ങൾ, നാട്ടിലൊക്കെ പല പ്രവർത്തനങ്ങളിലുള്ളവരായിരിക്കും. എല്ലാ സമയത്തും ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ കുട്ടികൾക്ക് നമ്മൾ അവരെ എല്ലാ സമയത്തും പരിഗണിക്കുന്നുണ്ട് എന്ന ഒരു തോന്നൽ ഉണ്ടാക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കേണ്ടതില്ലേ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നിങ്ങൾ പറഞ്ഞ സമയങ്ങൾ, അതിൽ പ്രത്യേകിച്ചും എനിക്ക് പറയാൻ തോന്നുന്നത് സ്കൂൾ വിട്ട് വരുന്ന സമയം. സ്കൂളിൽ നിന്ന് അവർ കാണുന്നത് ടീച്ചർമാരെയാണ്, കൂട്ടുകാരെയാണ്, മുതിർന്ന കുട്ടികളെ ഒക്കെയാണ്. അപ്പോൾ അത് കണ്ട് വന്ന് വീട്ടിലെത്തുമ്പോൾ വാപ്പയും ഉമ്മയും പോരാ, എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടി എത്തുന്നത് അധ്യാപകരിലേക്കാണെങ്കിൽ ഓക്കെ, അത് പ്രശ്നമല്ല. പിന്നെ കുട്ടി എത്തുന്നത് വേറെ ആളുകളിലേക്കാണെങ്കിൽ ആ കുട്ടികൾ വളരെ ദൂരം പഴച്ചു പോകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കുട്ടി വന്നാൽ എല്ലാ തിരക്കും മാറ്റി വെച്ച് ഒന്ന് സ്വീകരിക്കാം, ഒന്ന് കെട്ടിപ്പിടിക്കാം, ബാഗൊക്കെ ഒന്ന് അയച്ചു വെച്ച് വിശേഷങ്ങൾ ചോദിക്കുക, നിസ്കരിച്ചോ എന്ന് ചോദിക്കുക, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിപ്പിക്കുക. അങ്ങനെ നമ്മൾ പരിഗണിച്ച് അവിടെ മുന്നോട്ട് പോകുക. രണ്ടാമതൊരു സമയം നിങ്ങൾ പറഞ്ഞത് ഉറക്കം ഉണർന്ന സമയം. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിസ്കരിപ്പിക്കുക എന്നുള്ളത്, സുബഹിന് ഉണർത്തുക എന്നുള്ള ഒരു കാര്യം. അത് തന്നെ നമ്മൾ വളരെ മര്യാദക്കായിരിക്കണം. ചവിട്ടിയിട്ടും കുത്തിയിട്ടും അടിച്ചിട്ടും തൊഴിച്ചിട്ടും ഒന്നുമല്ലാതെ വിളിച്ച് നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ, അള്ളാഹിനെക്കുറിച്ചുള്ള ഒരു ബോധത്തിൻ്റെ പേരിൽ കുട്ടി അങ്ങോട്ട് എണീക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണം. എണീറ്റ് വന്നാൽ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുക, ചുംബിക്കുക. അങ്ങനെയുള്ള ഒരു ഇതിലൂടെ, ഒരു സ്വീകരണത്തിലൂടെ കുട്ടികളെ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ മൂന്ന് സമയങ്ങൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. അല്ലേ, ഈ ഏറ്റവും രാവിലത്തെ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽപ്പിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അവരെ ഒരു ശല്യപ്പെടുത്തിക്കൊണ്ട് എഴുന്നേൽപ്പിക്കാതെ അവരെ സോപ്പിട്ട് സംസാരിച്ച് ഇങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ പ്രാർത്ഥനയ്ക്കൊന്ന് ചെല്ലിപ്പിച്ച്, ചെറിയ കുട്ടികളാകുമ്പോഴേ പിന്നെ നമ്മൾ കുട്ടികളെ സ്വന്തം നീച്ച് വരുമ്പോൾ ആരാപ്പം ഈ വരുന്നത് എന്നൊക്കെ പറഞ്ഞൊക്കെ കുട്ടികളൊക്കെ ഒന്ന് സോപ്പ്. അതെ, അപ്പോൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്ത് എന്നിട്ട് അങ്ങനെ ആകുമ്പോൾ അവനക്കൊരു മൈൻഡ് ഫ്രഷായി. നേരെ മറിച്ച് നമ്മളവനെ പിന്നെ ഭയങ്കര ആക്രമിക്കുന്ന രൂപത്തിലേക്ക് വിളിച്ചാൽ പിന്നെ സ്കൂളിൽ പോകാൻ മടി, അല്ലെങ്കിൽ തലവേദന, പല്ലുവേദന എന്നൊക്കെ പറഞ്ഞു അവന് മടി കാണിക്കുന്ന പല പ്രതികരണങ്ങളാണ് അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അപ്പോൾ ഇതൊരു പ്രധാനമാണ്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ, നമ്മളൊക്കെ പല ആളുകളും ജോലി ഒക്കെ ചെയ്യുന്ന ആളുകളാകുമ്പോൾ നമ്മളെ ജോലി തിരക്കും പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു പക്ഷേ അവരും വീട്ടിലേക്ക് എത്തുന്നൊരു സമയം. അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ടാവും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാകുമ്പോൾ അവർ പറയും പല കാര്യം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ പഠിച്ചു, എന്താക്കിയെന്ന് മാത്രം ചോദിക്കുന്നവരുണ്ട്, ഒന്നും ചോദിക്കാത്തവരൊക്കെ ഉണ്ട്. നമ്മളെ തിരക്കിൽ അങ്ങോട്ട് മാറി പോകുന്നത് ഇതൊന്നും മിണ്ടാന്നപ്പോൾ മനസ്സിലാകെ കുഴങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംസാരങ്ങൾ പറഞ്ഞ് അവഗണിക്കുന്നതിന് പകരം പരിഗണിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം തുറന്നു പറയും. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളെ പരിഗണന കിട്ടാത്തുമ്പോഴാണല്ലോ വേറെയുള്ള സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ പിന്നെ അവർ ചെയ്യുന്നതൊക്കെ ഇവർക്ക് എന്തായി തോന്നും, ശരിയായിട്ട് തോന്നും. അപ്പോൾ അതിൽ വേണ്ടതും വേണ്ടാത്തതൊക്കെ കടന്നു വരുമ്പോഴാണ് തെറ്റായിട്ട് പോകുക. മൂന്നാമത്തെ ഒരു സമയം നമ്മൾ പറഞ്ഞത് കിടക്കുമ്പോൾ ഉള്ള സമയമാണ്. ഇപ്പോൾ 2-3 മക്കളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട്, ഒന്നിലേറെ മക്കളുണ്ടെങ്കിൽ മൂത്ത കുട്ടിയെ നമ്മൾ ഒറ്റയ്ക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാരണം അവന് പിന്നെ ഏറ്റവും വളരെ ശാന്തമായിട്ട് ഉറങ്ങേണ്ട ഒരു സമയത്ത് അവന് പറയാനുള്ളതൊക്കെ കേട്ട്, അപ്പോൾ അതിന് തിരിച്ച് നമ്മൾ നല്ലത് തിരുത്തേണ്ടത് തിരുത്തി കൊടുത്തൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണ്. അല്ലാതെ വേഗം ഇങ്ങോട്ട് വായിച്ച് കഴിഞ്ഞ് ഭക്ഷണം കൊടുത്ത് വേണം കടത്തുറക്കി കടമ കഴിക്കേണ്ട ഒരു സംഗതിയല്ല.
അതേപോലെ ചെറിയ മക്കളാണ്, ഇപ്പോൾ 2 ചെറിയ മക്കളാണ്, ഒരു വലിയ കുട്ടിയാണെങ്കിൽ ആ 2 ചെറിയ മക്കൾ ഒരുമിച്ച് കേട്ടാൽ മതി. കാരണം അവർക്ക് പറഞ്ഞ് തീരൂല, അവർ പറയുന്നതിൽ അത്ര വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും പരിഗണന എന്നത് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ ഈ പറയുന്ന എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ ഭാര്യമാർക്കോ പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു വിഷയം തന്നെയാണ് കുട്ടികളുടെ കാര്യം എന്നുള്ളത്. പഠിച്ചിട്ടില്ലെങ്കിലും പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാലും നമ്മളൊക്കെ നല്ലോണം ചീത്ത പറയാൻ മുമ്പിലുണ്ട്. പക്ഷേ അതിലേക്ക് എത്തിക്കാനുള്ള വഴികൾ സ്വീകരിക്കുന്നിടത്ത് നമ്മളൊക്കെ കുറച്ച് അശ്രദ്ധരാണ് എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും.